ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 3-4 ദിവസമായിട്ട് LKGയുടെ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഓണത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു UKGയുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഇടാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് UKGയുടെ മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ പറഞ്ഞു തരാനായിട്ട് പോണത്. ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 50. ഇപ്പോൾ ഓണം എക്സാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ എത്ര നമ്പർ വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്, ഇപ്പോൾ 1 to 50 വരെ ആയിരിക്കില്ല ചില സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ 1 to 30, 1 to 20, 1 to 40 അങ്ങനെയൊക്കെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം നിങ്ങളുടെ കുട്ടീനെ എത്ര വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുവരെ നിങ്ങൾ പഠിപ്പിക്കണം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക, 1 to 50 വരെ എഴുതാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഉം 10ഉം എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ നടുക്കുള്ളത് എഴുതണം. 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ. 11 ആണെങ്കിൽ 12, 13, 14 അങ്ങനെ. പിന്നെ 21ഉം പിന്നെ 30. അപ്പോൾ 21, 22, 23 ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അത് ആ രീതിയിൽ അവർക്ക് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനായിട്ടാണ്. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൽ നിന്നും വലിയതിലോട്ട് എഴുതുക എന്നാണ്. അപ്പോൾ ആദ്യത്തേത് 5, 7, 12, 19, 19. അടുത്തത് 2, 6, 10, 17 അങ്ങനെ എഴുതുക. സ്മോൾ ടു ബിഗിലോട്ടാണ് എഴുതേണ്ടത്, ബിഗർ നമ്പറിലോട്ട്. അടുത്തത് റൈറ്റ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡറിൽ ഏതാന്ന് വെച്ചാൽ വലുതീന്ന് ചെറുതിലോട്ട്, ബിഗ് ടു സ്മോളർ വണ്ണിലോട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ 19, 13, 10, 11, 14 അല്ല 18, 14, 4, 1. അപ്പോൾ അങ്ങനെ വേണം അസെൻഡിങ്ങും ഡിസെൻഡിങ് ഓർഡറിലാക്കി എഴുതാനായിട്ട്. അപ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കാം. അടുത്തത് കൗണ്ട് ആൻഡ് റൈറ്റ്. ഇപ്പോൾ LKGയിൽ ചെറിയ നമ്പേഴ്സൊക്കെ ആയിരുന്നു എണ്ണീട്ട് എഴുതാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് UKGയിലോട്ട് എത്തുമ്പോൾ എണ്ണം കൂടുതൽ ഉണ്ടാവും. അപ്പോൾ ഇത് എണ്ണി എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അത് എഴുതാം. ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ അത് കൂട്ടി എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളർ ദ ബിഗർ വൺ പിങ്ക് ആൻഡ് സ്മോളർ വൺ യെല്ലോ. ബിഗർ ആയിട്ടുള്ള പൂവിന് ഇതിൽ ബിഗർ ഈ പൂവിൽ ഈ പൂവാണല്ലോ വലുത്. ഈ രണ്ടെണ്ണത്തിൽ ഇതാണ് വലുത്. അപ്പോൾ വലുതിന് പിങ്ക് കളറും ചെറുതിന് യെല്ലോയും അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് അപ്പോൾ കളർ പെൻസിൽ അവർ കൊണ്ടുപോകണം. അത് അവർ കളർ ചെയ്യവും വേണം. ഏത് കളറാന്ന് വെച്ചാൽ അപ്പോൾ കളേഴ്സ് അവർ തിരിച്ചറിഞ്ഞിരിക്കണം ഏതാന്ന് വെച്ചാൽ. അപ്പോൾ അതിനനുസരിച്ച് അവരതിന് കളർ അടിച്ച് കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിൾ ദ ബിഗർ നമ്പർ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ബിഗർ നമ്പറിന് സർക്കിൾ ചെയ്യുക. 68 ആണ് ബിഗ്, ഇതിൽ 60, ഇതിൽ 55, ഇതിൽ 86. അപ്പോൾ ചിലപ്പോൾ ചോദിക്കണത് ചെറുതിന് വട്ടം വരയ്ക്കാനായിരിക്കും. അപ്പോൾ ഒരു ചെറുതും വട്ടം വരയ്ക്കണം. അടുത്തത് റൈറ്റ് M for more and L for less. ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ കൂടുതലുള്ളത് അതിന് M എന്നും ചെറുതിന് L എന്നും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതല്ലേ വലുത്, എണ്ണി നോക്കണം. 1, 2, 3, 4 ഇത് 4 ഇത് 3 ഉള്ളൂ. അപ്പോൾ ഇതാണ് ബിഗ്. അപ്പോൾ ഇതിന് എമ്മും ഇതിന് Lഉം കൊടുക്കണം. ഇതിൽ ഇതാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത് മോറും ഇത് ലെസ്സും. അങ്ങനെ അവർ കണ്ടുപിടിച്ച് അത് എഴുതണം. അടുത്തത് റൈറ്റ് ദ നമ്പർ നെയിം. അതായത് ഇപ്പോൾ 5 ആണെങ്കിൽ 5ൻ്റെ സ്പെല്ലിങ് എഴുതാം. FIVE 5, 7, 8 അതവർ എഴുതണം. ഏത് നമ്പറാണോ അതിൻ്റെ സ്പെല്ലിങ് എഴുതണം. അടുത്തത് ഡ്രോ 1 more 2 more എന്ന് വെച്ചാൽ ഇതിൽ 1 മോറാണ് കൊടുത്തേക്കുന്നത്. 1 more അപ്പോൾ ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇതിൽ 2 more അപ്പോൾ 2 എണ്ണം കൂടെ വരയ്ക്കാം. അതാണ് സംഭവം കേട്ടോ. അടുത്തത് സർക്കിൾ ദ ലോങ്ങർ വൺ ആൻഡ് ടിക്ക് ദ ഷോർട്ടർ വൺ. ലോങ്ങർ വണ്ണിന് സർക്കിൾ ചെയ്യാനും ടിക്ക് ദ ഷോർട്ടർ വൺ ചെറുതിന് ടിക്ക് കൊടുക്കാനും. അപ്പോൾ ചെറുതിന് ടിക്കും വലുതിന് സർക്കിളും, ചെറുതിന് ടിക്കും. ഇതൊക്കെ അവർ ക്വസ്റ്റ്യൻ മിസ്സുമാർ പറഞ്ഞു തരും കേട്ടോ. അല്ലാണ്ട് സ്വന്തമായിട്ട് വായിച്ചൊന്നുമല്ല അവർ ചെയ്യണത്. എന്താ ചെയ്യേണ്ടതെന്ന് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. ആൻസർ നമ്മൾ എഴുതിയാൽ മതി.
അടുത്തത് ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പർ. അപ്പോൾ 28 കഴിഞ്ഞാൽ 29 30 31 32 33 അങ്ങനെ അവരത് ഫിൽ ചെയ്ത് കൊടുക്കണം. അടുത്തത് കളർ ദ തിക്ക് വൺ ബ്ലൂ ആൻഡ് തിൻ വൺ റെഡ്. അപ്പോൾ തിന്നായിട്ടുള്ളതിനും റെഡും തിക്കായിട്ടുള്ളതിന് ബ്ലൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കളർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഏത് കളറാണ് എടുക്കാനായിട്ട് അവർക്ക് അറിഞ്ഞിരിക്കണം. അത് കളർ അടിക്കുമ്പോൾ ചെയ്യണം, പുറത്തു പോവാതെ. അടുത്തത് റൈറ്റ് ബിഫോർ ആഫ്റ്റർ നമ്പർ. ഇവിടെ ബിഫോർ, അപ്പോൾ 25 മുമ്പിന് വരുന്ന നമ്പർ 24 ആണ്, 32 മുമ്പ് 31 ആണ്. അടുത്തത് ആഫ്റ്റർ 18 കഴിഞ്ഞ് 19, 34 കഴിഞ്ഞിട്ട് 35. ഇതവർ ഇപ്പോൾ 30 വരെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിനുള്ളിലുള്ള നമ്പർ ആയിരിക്കും. ഇപ്പോൾ എത്ര നമ്പേഴ്സ് വരെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് വെച്ചായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഞാനിപ്പോൾ 50യുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താണ് നമ്പേഴ്സ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കൊച്ചിന് ഒരു 30 വരെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ 35 പകരം നിങ്ങൾക്കൊരു 25 15 അതിൻ്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങളൊരു 2-3 പേപ്പർ അല്ലെങ്കിൽ ഒരു റഫ് നോട്ട്ബുക്കിൽ ഇതൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് എഴുതിയിട്ട് അവരെ കൊണ്ട് തനിയെ ചെയ്യിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ കറക്റ്റ് സിമ്പിൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിൽ 3 ആണ് ഇവിടെ, 4 ആണ് ഇവിടെ. അപ്പോൾ 3നേക്കാളും 4 കൂടുതലാണ്, അപ്പോൾ ഗ്രേറ്റർ ദാൻ. അടുത്തത് ഇവിടെ 1 2 3 4 5 6 ഉണ്ട്, ഇവിടെ 5. അപ്പോൾ ലെസ് ദാൻ ആണ്, 6നേക്കാളും ചെറുതാണ് 5. അപ്പോൾ അത് ഇട്ട് കൊടുക്കാനായിട്ട് സിമ്പിൾസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും അവരെ കൊണ്ട് പഠിപ്പിക്കാം. ഓക്കെ, UKGയുടെ മാത്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഈ ബേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ ചില പിള്ളേരെ കൂട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അതും ഒത്തിരി വലിയ നമ്പേഴ്സും ഒന്നുമല്ല, ചെറിയ നമ്പേഴ്സൊക്കെ ആയിരിക്കും. ഇപ്പോൾ 2 + 2 4 1 + 2 3 ഇങ്ങനത്തെ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതും നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ 1 + 2 എന്ന് അവർക്ക് പറയുമ്പോൾ ഇപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ മതി, സിമ്പിളായിട്ട്. 1 വരയ്ക്കുക, 2 1 2 എന്നിട്ട് ഉണ്ടാവും 1 2 3 3 2 ആണെങ്കിൽ 1 2 വീണ്ടും 1 2 1 2 3 4 അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. ചെറിയ നമ്പേഴ്സാണ് കൂട്ടാനൊക്കെ വരത്തുള്ളൂ, കുറയ്ക്കാൻ ഇതിലുണ്ടാവത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ കൂട്ടാൻ നിങ്ങൾ എന്തായാലും പഠിപ്പിച്ചു വെക്കുക. ഈ ചെറിയ വാക്കുകൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇട്ടത്. നാളെ ഞാൻ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, UKGയുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇടാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാലാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടനടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.